അപ്പൊ നമുക്ക് വണ്ടിയോട് പറയുവാണെങ്കിൽ ഇതാണ് നമ്മുടെ വാസുജിയുടെ താർ, ഓഫ് റോഡിങ് താർ. പുള്ളി ഇതിലാണ് ഓഫ് റോഡിങ് ചെയ്ത് പഠിക്കുന്നത്. അതിൻ്റെതായ കുറച്ച് കുറവുകളുണ്ട്. 4 മാസം കൊണ്ട് 6 ടയർ മാറിയിട്ടുണ്ട്. ഇത് 6ാമത്തെയാണെന്ന് തോന്നുന്നു. അല്ല, ഇത് 6ാമത്തെ ടയറാണെന്ന് തോന്നുന്നു. ഇത് സംഭവം ഇത് പുള്ളി ഇതുവരെ മാറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ക്രൂ അല്ല, വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം ഒരു മരത്തിൽ കൊണ്ട് ഇടിച്ചു, പൊട്ടിപ്പോയത്. വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ടയറിന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയെ പറ്റി വെളിയിൽ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? പുള്ളിയുടെ വണ്ടിയാന്ന് തോന്നുന്നു. ഗൈസ്, അടുത്തതായിട്ട് ഗൈസ് റെഡ് ബാൻഡ് റേസിംഗിൽ ട്യൂൺ ചെയ്ത കണ്ണാപ്പിയുടെ ഓട്ടോറിക്ഷ, 3 സിലിണ്ടർ ഓട്ടോറിക്ഷ. സിഗ്മ മെയിലാണോ നമുക്ക് ഇപ്പൊ ചെക്ക് ചെയ്യാം? നമുക്ക് ഇപ്പൊ ചെക്ക് ചെയ്യാം. ഓക്കെ, 51 സീരിയസ് സിഗ്മ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു തവണ പറയത്തുള്ളൂ. ലവ് ഓർ മണി? ലവ്. തട്ടനാണെ തട്ടിക്കോ, അത്ര താല്പര്യമാണെ തട്ടിക്കോ. അത് വലിയ മണി അടിച്ച് മസിലുള്ള മണിയാ. നിന്റെ കൈ നോക്കട്ടെ, നിനക്കെങ്ങനെ അറിയാടാ മസിലുള്ള മണി? അത് നിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു, നിനക്ക് മണി ഉണ്ടോ? പേര് മാറിയില്ലേ? മണി പിടിച്ചടിക്കും. മണി ഉള്ളവരോടല്ലേ സംസാരിക്കണം, മണി ഇല്ലാത്തവരോട് സംസാരിച്ചിട്ടില്ല. അതൊന്ന് കാണിക്കാം, മുഖം ഒന്ന് കാണിക്കാം പുള്ളിയുടെ. നൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ട്. ഒരു ഇതിന്റെ അകത്തൊരു എക്സ്ക്ലൂസീവ് ക്ലിപ്പ് കാണിച്ചാൽ കേട്ടോ. വലിയ ഒന്ന് പറഞ്ഞത് ചാറ്റിൽ ഒരുപാട് പേര് വില്ലമ്മോട് ചോദിക്കാൻ പറയുന്നു. എന്തൊക്കെ തരം മനുഷ്യരല്ലേ. ഇതാണ് വില്ലംബ്രോയുടെ വണ്ടി. ഇതിന്റെ സൈഡ് സ്റ്റിക്കർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് വില്ലത്തിര ചാനലിലാണ് ഗൈസ്. 2 സ്റ്റേറ്റ്സിന്റെ നമ്മുടെ വില്ലത്തിര സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെ നടുക്കോട്ട് വരാം. ജനറൽ വാന്ന് നടുക്കോട്ട് വന്ന് ഒന്ന് കുറച്ച് എന്താ ഊക്കാനാന്ന് എനിക്കറിയാം. ഓണസ്റ്റായിട്ട് പറയണം, ടിവിയില് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുടെ പേര്? ബുദ്ധിയുള്ള ആളുടെ പേര് ബാബു. കറക്റ്റ് ആണ്. അടുത്തത് മറ്റേ ടർഫില് ഇതുവരെയുള്ള റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ കില്ലെടുത്തിട്ടുള്ള ആൾ? കണ്ണാപ്പി. കറക്റ്റ് ഉത്തരം. പിന്നെ അടുത്ത ഞാൻ ചോദിക്കാം, ലവ് ഓർ മണി? ലവ്. കൈ ആട്ടി നിൽക്കണം. മണി കയറി പിടിക്കാൻ അമ്മയപ്പങ്ങളൊക്കെ ഇല്ലത്തി മണീന്നങ്ങ് പറഞ്ഞാൽ തരുന്ന സുഖമെങ്കിലും കിട്ടും. അവരാണെങ്കിലേ പായസത്തിന്റെ കൂടെ പഴം കിട്ടിയെന്ന് പറഞ്ഞ് നിൽക്കുക. വഴിയേ വന്ന് നീയാണെല്ലാം കൊണ്ടത്. അപ്പൊ കണ്ണാപ്പിന്റെ വണ്ടി പറ്റി പറഞ്ഞില്ല ഗൈസ്. ഇത് ശരിക്കും ഒരു ഏറ്റവും താഴത്തെ ഓപ്ഷൻ. മണി ഉള്ളവരുടെ ചോദിക്കാൻ പറ്റുള്ളത്, ഡ്രീമറിനെ ചോദിക്കാനോ ഗൈസ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബേസ് മോഡൽ വണ്ടിയാണ്. അല്ലല്ല, ജി ടി ആണ്. 25 ലക്ഷത്തോളം ഞാൻ കഷ്ടപ്പെട്ട് മുടക്കിയ വണ്ടിയാണ്. ഇന്നലെ ഒട്ടിച്ച GT സ്റ്റിക്കർ. ഇന്നലെ ഒട്ടിച്ച GT സ്റ്റിക്കർ ഗൈസ്. പിന്നെ പക്ഷെ അകത്ത് കയറുമ്പോഴത്തേക്ക് GT പെർഫോമൻസ് തന്നെ ആവശ്യമായിട്ട്. സ്റ്റേജ് 2+++. അതേ വാങ്ങിച്ചപ്പോ കിട്ടിയതല്ലേ, ലിപ്പ് ചെയ്തതല്ലേ? എന്താണേലും ആവശ്യം. നമ്മളെ പൈസ ഇല്ലാത്തവർ സ്റ്റേജ് 2 ചെയ്യുന്നു, പൈസ ഉള്ളവർ GT എടുക്കുന്നു. അത്രേ ഉള്ളൂ. പൈസ ഉള്ളവർ GT എടുത്തു. അത് GT വരെ തന്നെയാണ്. പൈസ ഇല്ലാത്തവർ നമ്മളെ
ഇത് ശരിക്കും പറഞ്ഞ കഴിച്ച് ഇത് കാറാണല്ല, അകത്ത് ഓട്ടോറിക്ഷയുടെ 3 സിലിണ്ടർ എഞ്ചിനാണ് കഴിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു 3000-4000 RPM മേലെ പോകുമ്പോൾ ഓട്ടോറിക്ഷ അവന്റെ അച്ഛനാണ്. അല്ലല്ല EMI ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം കാശുള്ളത് അവന്റെ അച്ഛനാണ്. ഒരു വർഷം കായംകുളം ജംഗ്ഷനിൽ 6 വീടിന്റെ ഓണറാണ് ഇവന്റെ അച്ഛൻ. 6 വീട് വാടകയ്ക്ക്. അങ്ങനെയാണ് ഞാൻ സ്ട്രീം ചെയ്ത ഞാൻ ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്നേനെ അച്ഛന്റെ പൈസയില്. നിനക്ക് തികയുന്നില്ല. അച്ഛൻ മോൻ തിണ്ടി ഉണ്ടാക്കുന്നു. ഇന്നലെ ആരോ എക്സാമ്പിൾ എന്റെ അടുത്ത് പറയല്ലേ, ഞാൻ ചോദിച്ചേടാ ഇപ്പൊ മറ്റേ ഷിൻചാൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ വോയിസ് ഓവർ ചെയ്യുന്ന ഞാൻ അപ്പൊ ആരുടെ അടുത്ത് പറഞ്ഞത് അല്ല നമ്മുടെ ഇവന്റെ അടുത്ത് സിംഗിൾ ലോലിന്റെ അടുത്ത് പറഞ്ഞേ, എടാ നീയൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യടാ, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു സൈഡ് ലൈവ് സ്ട്രീമിംഗ് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നിനക്ക് ഒരു മോഡിഡ് അറിയെങ്കിൽ ചെയ്യാലോ, വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാതെ കുഴപ്പമൊന്നുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അവരെ എൻ്റെ അടുത്ത് അവൻ പറയില്ലേ, അതിനും വിധം കണ്ണാപ്പി ചെയ്യുന്ന പോലെ തെണ്ടിയാ പോരെയെന്ന്. സിംഗിൾ ലോലൻ പറഞ്ഞല്ലേ കീരി. നമുക്ക് പൈസയൊന്നും ഇല്ലാത്തോണ്ടേ ആവശ്യമായിട്ട് ഈ ഗോളൊന്നും ആരും അടിക്കുന്നില്ലല്ലോ. ഈ നമ്മള് പൈസ ഭാവിച്ചതിനുള്ള ബിസിനസ് ഒന്നും ചെയ്ത് ജീവിക്കുന്നവരല്ലോ ആവശ്യമായിട്ട്. നമ്മള് കിട്ട അന്നന്ന് യൂട്യൂബിലെ പൈസ കൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ് ആവശ്യമായിട്ട്. അപ്പൊ ഇങ്ങനെ അതിശയിപ്പിക്കരുത് ആവശ്യമായിട്ട് ബാക്കിയുള്ളവരെ. ബിസിനസ് മര്യാദയ്ക്ക് ഗൾഫിൽ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്ന അച്ഛനെ ലോക്കം വന്നപ്പോഴത്തേക്ക് അച്ഛൻ എല്ലാം നിർത്തി വന്നു പറഞ്ഞ നാട്ടിൽ വിളിച്ചിട്ട് തിരിച്ചുവിടാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. അച്ഛൻ അടുത്ത ആഴ്ച കയറി പോവാ. അപ്പൊ ഇതാണ് GT, ഇതാണ് ഫേക്ക് GT ഗൈസ്. അപ്പൊ വോക്സ്വാഗൺ ഫേക്ക് GT, ഇത് ഒറിജിനൽ GT ആണ്. ടൈഗുൺ അല്ലേ ഇത്? ടൈഗുൺ അല്ലേ ഇത്? എയറോഡൈനാമിക്സ് വെച്ച് വിർട്ടസിന്റെ അടുത്ത് എയറോഡൈനാമിക്സ് വെച്ച് വിർട്ടസാ. ഗൈസ് ഇനി അടുത്ത് നിങ്ങൾക്ക് കാണേണ്ടത് ഏതാണ്? ബഗ്ഗിന്റെ ഗൈസ് വാങ്ങിക്കട്ടെ. ബഗ്ഗിന്റെ താക്കോൽ ഇതാ. ബഗ്ഗിന്റെ താക്കോൽ ഇങ്ങ ഹൈഡ്രോളിക് അപ്പ് ചെയ്യാൻ പോണേ, പറഞ്ഞോ ഇല്ലേ ഞാൻ ഓടിച്ചിടും എല്ലാം കൂടെ. വാ ബ്രോ. നമുക്ക് ഇനി അടുത്ത് ചന്ദ്രന്റെ ബഗ് ലിഫ്റ്റ് എടാ കണ്ണാപ്പി വാ. ബഗ് ഒന്ന് ഇത് എയർ അപ്പ് ചെയ്തേ വാ ഗൈസ്. അപ്പൊ നമുക്ക് ബഗ്ഗിന്റെ പെർഫോമൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബഗ് നമ്പർ പ്ലേറ്റ് വ്യക്തമായിട്ട് കാണിക്കണം. നമ്പർ പ്ലേറ്റ് മാക്സിമം ഇല്ല, ഇത് കസ്റ്റം വേറെ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഇതിന്റെ സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്, ബാഗ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തടിക്കുക? ഓക്കെ ഗൈസ്, ഇത് കീലസ് എൻട്രിയാ. കീലസ് ഒന്നും അല്ല, കീലസ് എൻട്രി അല്ലേ? അതൊക്കെ ഏത് വർഷം? എടാ ക്ലച്ച് വിട്രാ. ഇതാക്കിയേ ഫുൾ ബാഗ് ചെയ്തിട്ടിരിക്കുക ഗൈസ്. ബാഗ് ഗൈസ്. സൗണ്ട് ചെയ്യിപ്പിച്ചാ നമ്പർ പ്ലേറ്റ് കാണിക്കില്ലേ? അയ്യോ ഇനി റൈസ് ചെയ്യല്ലേ, ഇനിയിപ്പോ പെട്ടുപോവേ. ഇനി റൈസ് ചെയ്യണ്ട. സാധാ സൗണ്ടോ? സ്റ്റോക്ക് സൗണ്ടാടാ ഇതില്. മാറും. ലിഫ്റ്റ് ചെയ്തടാ. നമ്പർ പ്ലേറ്റ് കാണിക്കില്ല. സൈഡ്. അപ്പൊ ഈ വണ്ടിയല്ലേ പുതിയ വണ്ടിയാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഈ വണ്ടി കംപ്ലൈന്റാ ഗൈസ്. ഒറ്റ മിനിറ്റ്. എടാ വണ്ടി മാറ്റിട്ട് വേറെ വണ്ടി ഇട്ടേടാ. അപ്പുറത്ത് വണ്ടി. പുതിയ വണ്ടി എടുത്തിട്ടു. ഇതിന് സ്റ്റാർട്ട് ചെയ്തോ? മറ്റേ വണ്ടി മാറ്റിയല്ലോ. സ്റ്റാർട്ട് ആവില്ല. ഇത് സ്റ്റാർട്ട് ചെയ്തു. മറ്റേ വണ്ടി മാറ്റിയല്ലോ. ഇല്ല, ഇത് മാറ്റി ഇത് പുതിയ വണ്ടിയാ, വേറെ വണ്ടിയാ. ഇത് വേറെ വണ്ടിയാ, പഴയ വണ്ടിയല്ല. ഇത് ബഗ് അല്ല, ഇത് തഗ്ഗാണ് ഈ വണ്ടിയുടെ പേര്. ഇതില് ചെറിയ സൗണ്ട് ഒക്കെ കേൾക്കും. നിങ്ങൾ വേണമെങ്കിൽ ബാക്കിലോട്ടിന് വരല്ലേ? ലിഫ്റ്റ് എടാ ഗണപതി ലിഫ്റ്റ് ചെയ്ത്. കംപ്രസർ അടി. ലിഫ്റ്റ് ഇത് പഗ്ഗാണ് ഗൈസ്. ഇത് പഗ്ഗിന്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. പഗ് ഇതുപോലത്തെ 2 വണ്ടി കൂടെ ഉണ്ട്. ഇത് സെയിം കളർ സെയിം മോഡിഫിക്കേഷൻ ചെയ്ത് 2 വണ്ടി കൂടെ ഉണ്ട് ഗൈസ്. കണ്ണാപ്പിയെ കൊണ്ട് പറ്റാത്തത് നമ്മുടെ ഓണർ ചെയ്യുന്നതായിരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തിനാ പോയ വണ്ടി കെട്ടി വെച്ചോണ്ട് വണ്ടി പോയാൽ നിന്റെ കുണ്ടി എടുത്താലും നമ്മൾ തിരിച്ചെടുക്കും. കണ്ണാപ്പിയെ കൊടുക്കും. പഴയ പോലെ ഡിമാൻഡ് ഒന്നും ഇല്ല. ഉണങ്ങിയടാ ഉണങ്ങിയ കുണ്ടി കുണ്ടി മുണ്ട് കത്തല്ലടാ അതിന്റെ.
അത് മതി. പെട്രോൾ നിന്ന് കാണിക്കുന്ന അതില് ലിഫ്റ്റ് ആണ് അധികം പൊട്ടിച്ചാൽ ഇനി ഒന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് കാണിച്ചോ. വണ്ടി പൊങ്ങുന്ന നോക്കിക്കോ. ഈ സൈഡ് നോക്കിക്കോ. ചന്ദ്രൻ ആകെ പൊങ്ങുന്നതായിട്ട് പറയും. ഈ വണ്ടിയിൽ സാധനം മാത്രമേ ഉള്ളൂ. ചന്ദ്രനെ പൊങ്ങുന്നുണ്ട് അത് ഈ വണ്ടിയാണ്. ഗൈസ് കണ്ടോ, ഇതാ ചന്ദ്രന്റെ ഏക പൊങ്ങുന്ന സമ്പാദ്യം. ചന്ദ്രൻ ഇനി താത്തിക്കടാ. കണ്ടോ, അവൻ പറയുമ്പോ പൊങ്ങും, അവൻ പറയുമ്പോ താഴും. സൗണ്ട് ഒക്കെ കേൾക്കും താഴുമ്പോ. കണ്ടോ ഗൈസ്, കണ്ടോ ഏതാന്ദ്ര ചന്ദ്രൻ വീട്ടിൽ പോകുമ്പോ ഇതെടുത്ത് ഊരി മടിക്കെട്ടി വെക്കും അല്ലേ? നമ്പർ പ്ലേറ്റ് വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്. പിടിച്ച് കണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേസ് കാര്യങ്ങൾ. പിന്നെ കേസ് നമ്മളൊരു ചെറിയ വണ്ടി ഉണ്ട്. ഇതിൽ മോഡിഫിക്കേഷൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഓഫ് റോഡിങ് ചെയ്യുന്ന നമ്മളെ ഒരു സ്പെഷ്യൽ വണ്ടിയാണത്. കുറച്ച് നമ്മൾ ഓഫ് റോഡിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വണ്ടി കഴുകാറില്ല, ചെളിയാണെന്ന് കാണിക്കാൻ വേണ്ടി. കാരണം സ്ഥിരം ഓഫ് റോഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഇടയ്ക്കായിട്ട് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ വിരലുകൊണ്ട് തൊട്ടപ്പോൾ ഇതിൻ്റെ ഒരു സെൻസർ അകത്ത് പോയിട്ടുണ്ട്. അത് ഞാൻ ഉടനെ ശരിയാക്കുന്നതായിരിക്കും. ഈ വണ്ടി പറ്റി പറയാൻ ഇത്രയേ ഉള്ളൂ. നാളെ സ്റ്റേജ് ട്യൂൺ ചെയ്യുന്നതാണ് ഈ വണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് നാളെ കാണിക്കാം. പക്ഷേ ഞാൻ സൈലൻസർ ഒന്നും മാറ്റത്തില്ല കേട്ടോ. ഡീസൽ വണ്ടിയായിട്ട് കളിപ്പാവും. വീഡിയോ കാണിച്ചല്ല നീ? ലൈവിൽ വീഡിയോ കാണിച്ചല്ല? ഞാൻ ലൈവിൽ വീഡിയോ കാണിച്ചില്ല കോച്ച്. വന്ന് പറഞ്ഞു ചുമ്മാ ഗൈസ് കോച്ചിന്റെ വീഡിയോ ഞാൻ ലൈവിൽ കാണിച്ചോ? നിങ്ങൾ ചാറ്റ് നോക്ക് കോച്ച്. കാണിച്ചോ കോച്ച്? പറ. ഇല്ലെന്നാ? ഇല്ല ഇല്ല. നോ. കണ്ടോ? നോ. വിഷങ്ങൾ കാണും കോച്ച്. സത്യം ശരിക്കുള്ള ഏറ്റവും കൂടുതൽ എസ് ആണ്. നോ ഇല്ലെന്നാ പറഞ്ഞത്. ഇല്ല എസ് പേരുണ്ട്. വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, സുന്ദരി. മതിലിടിച്ച് ഇവന്റെ ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് മതിലുമായിട്ട് ചേർന്ന് ഒന്നായി. ഇപ്പൊ വണ്ടിക്കകത്ത് 6 കെട്ടുള്ള മതിൽ കെട്ടിയിട്ടുണ്ട്. വണ്ടി ഇപ്പൊ കോമയിലാണ്. വെന്റിലേറ്റർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സുന്ദരിക്ക് വേണ്ടി ലൈവ് ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. അപ്പൊ വണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ ഗൈസ് ഞാൻ എന്തോ പറയാൻ വന്നു, പക്ഷെ മറന്നുപോയി. പക്ഷെ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഗൈസ് നമുക്കപ്പോൾ കസേര കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് കസേര കളിയാണോ അടുത്തത്? സുന്ദരിക്ക് പൊട്ടുതുള്ളെന്നൊക്കെ പറയുന്നുണ്ട്. സുന്ദരിയായിട്ടൊരു ഓട്ടോറിക്ഷയിലൊരു പടം വാങ്ങിച്ചോണ്ട് വരാം. ബ്രോ നിങ്ങൾ ഇനിയിപ്പോൾ കഴിച്ചിട്ടോ ബ്രോ? അല്ല ആൾ മാറിയല്ലേ? ഓക്കെ ഡൺ. ആ ചന്ദ്രബാ കുറച്ചേരം സംസാരിക്കலையா? ഞാൻ കുറച്ച് പായസം കൂടി. അവൻ സ്വന്തമായിട്ട് വ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. സെൽറ്റോസോ? സെൽറ്റോസിന് അതിന്റെ ഓണർ വരണം ഗൈസ്. അതായത് വിനീത് വരണം. ഉണ്ടല്ലോ സെൽറ്റോസിന്റെ ഓണർ ഒന്ന് വിളിക്കാം. ഓണർ അയ്യോ ഇതല്ല ഒറിജിനൽ ഓണർ വിനീത്. ഒറിജിനൽ ഓണറാണേ. ഒന്ന് ഓണായി കാണിക്കാവോ? സെൽറ്റോസ് ഒന്ന് കാണിക്കാവോ? നമ്മൾ വണ്ടി ഫ്ലെക്സിംഗ് ആണ് ചെയ്തോണ്ടിരുന്നത്. വണ്ടിയുടെ കംപ്ലീറ്റ് കാണിക്കണം. വണ്ടി ഫ്ലെക്സിംഗ് ആണ് നടക്കുന്നത്. ഒന്ന് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ ഗൈസ്? ഇത് തൽക്കാലം ഒറിജിനൽ ഓണർ വന്നിട്ടില്ല. സെക്കൻഡറി ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട്. സെൽറ്റോസിന്റെ ഞാൻ ഫുഡ് കഴിച്ചു. മൈക്ക് കൊടുത്തു തരണം. അല്ല പിടിച്ചു, കൈ പിടിച്ചു. നമ്മള് ഓപ്പൺ ചെയ്ത് കാണിക്കല്ലേ. സെൽറ്റോസിന്റെ സെക്കൻഡറി ഓണർ എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പം അതിന്റെ അറിയാവോ? ഓണറിന് അറിയുന്നത്ര അറിയാവോ കാര്യങ്ങൾ? പുള്ളി അത്ര അറിയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അറിയുന്ന പോലെയൊക്കെ കാണിച്ചു തരും. പറ്റുന്ന പോലെ ചെയ്താൽ അല്ലേ? ബൂട്ട് ഒന്ന് ഓപ്പൺ ആക്കണേ. പാട്ടും കൂടെ ഒന്ന് ഇടേണ്ടി വരും. അതെ, പറ്റുന്ന ഏതെങ്കിലും നല്ലൊരു പാട്ട് കൂടെ ഇടേണ്ടി വരും. എന്തുവാ ഗ്ലാസ് ആണോ? പിന്നെ എടുത്തോളാം ഞാൻ. ഇപ്പൊ സമയമില്ല എടുക്കാൻ. ഓണർ കാണിക്കണ്ടോ? നമുക്ക് വണ്ടി വേണ്ട. ഓണറെ കാണിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. വണ്ടി കാണിച്ചിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റിക്കർ ഉണ്ട്. മൈക്ക് പോയോ? ഇതുണ്ട്. അതില്ല. ഇതില്ലേ? ഇതുണ്ട്. സെറ്റാണോ? അത് രണ്ട് ഓണാണ്. ഇത് സ്റ്റോക്ക് സൗണ്ടാണ്. മൈക്ക് പോയിരിക്കുകയാണ്. അടുത്ത ഓക്കെ. അയ്യോ, ബാക്ക് തുറന്ന് പാട്ടിടേണ്ടതാണ്. അടുത്ത ഡിക്കി ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നമ്മള് ഡിക്കിയാണ് കൈസ് അടുത്തത്. നിങ്ങൾ
ക്യാമറ ഒന്ന് ഡിക്കിയിലോട്ട് ഫോക്കസ് ചെയ്യാവോ? ബൂട്ട് 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 തുറന്നു. സർപ്രൈസ്. ഇല്ല, തുറന്നിട്ടില്ല. സെറ്റ്. അങ്ങനെ അമ്പമ്പോ. ഓ ഇതിൻ്റെ അകത്ത് ഫുൾ PC-ക്കകത്ത് വരുന്ന കമ്പോണൻസ് കാണിക്കുന്നത്. PC-യുടെ അകത്ത് വരുന്ന മൊത്തം സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കൂളിംഗ് ഫാനും കൂളർ മാസ്റ്ററിൻ്റെ സാധനങ്ങൾ. പാട്ടിടട്ടെ പാട്ടായി. കേട്ടോണ്ടിരിക്കും ഗൈസ്. അവസാനം തീരത്തുമില്ല. ഇതിലെന്താ തണുത്തോളം പച്ചവെള്ളല്ലേ? പച്ചവെള്ളമല്ല അല്ലേ? പിന്നെ പച്ചവെള്ളം. പച്ചവെള്ളം ഇത്തിരി നിറച്ച് തരത്തില്ലല്ലോ. പിന്നെ പച്ചവെള്ളമാണത്. ഇതെന്താ? ഇത് ഒറിജിനൽ ആയിരുന്നോ? ഇത് മറ്റേ അഡ്ജസ്റ്റ് ചെയ്യുമ്പോ ഇത് അഡ്ജസ്റ്റ് ആവുന്നതാണോ? ഈ ഷെയ്ഡ് ഇപ്പർ ഷെയ്ഡ് നോക്കി ഡിഫറൻസ്. തിരിക്കുമ്പോ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ബാഗ് അടച്ചില്ല. എന്റെ ചാർജ് മൈക്ക് പോയതാ. അത് ഗൈസ് ബാറ്ററി മാറ്റിക്കൊണ്ടിരിക്കുക ഗൈസ്. പ്ലാൻ ചെയ്യാം. അപ്പോൾ അടുത്ത എന്തായാലും ഇവരുടെ ഫുഡൊക്കെ ഒന്ന് തയ്ക്കട്ടെ. മൈക്ക് മാറ്റിയോ? ഇതാണ് മൈക്ക്. കുത്തിയോ? മൈക്ക് ഓക്കെയോ? വന്നോ ഗൈസ്? വന്നോ വന്നില്ലേ? ഓക്കെ അല്ലേ? സോ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടികളെ പറ്റി പ്ലാൻ ചെയ്യാം. അടുത്ത പരിപാടി എന്ന് പറയാം